ഓക്കെ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഞാൻ ജിഷ്ണുവിന് അയച്ചിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. അതില് നമ്മൾ ബേസിക് സെറ്റ് ഓഫ് ഫോർമുലാസ്. അപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ബേസിക് സെറ്റ് ഓഫ് ഫോർമുലാസ് നോക്കുന്ന ഇതെല്ലാം നമ്മൾ കോളേജിൽ പഠിച്ചിട്ടുള്ള ഫോർമുലാസ് തന്നെ. പക്ഷെ ഇതെന്താ വീണ്ടും നമ്മളിത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങളുമായിട്ട് ഞാൻ ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പം നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസ് സംസാരിക്കുമ്പോൾ ഞാൻ പറയാം. നമ്മള് ഈ ക്ലാസ്സിനെ മെയിൻലി 2 ഘട്ടമായിട്ടാ തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് 2 ടൈപ്പ് കൺസ്യൂമേഴ്സ് വരും. ലൈക്ക് എൽടി കൺസ്യൂമേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എസ്ടി കൺസ്യൂമേഴ്സും ഉണ്ട്. അപ്പം നമ്മൾ നോക്കുന്ന എൽടി കൺസ്യൂമേഴ്സ്, അതായത് നമ്മുടെ 3 ഫേസ് അല്ലെ സിംഗിൾ ഫേസ് ആയിട്ടുള്ള പവർ സപ്ലൈ യൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ പാർട്ടിൽ നമ്മൾ ഡിസൈനിങ് പഠിക്കുന്നത്. അതായത് കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ലോഡ് ഡിമാൻഡ് ഇല്ലാത്ത പോലത്തെ കൺസ്യൂമേഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഞാനിപ്പോ ആ ഒരു പോർഷൻ എത്തുന്നിടം വരെ ഈ പറയുന്ന ഫോർമുലാസും എല്ലാം ആ ഒരു കൺസ്യൂമേഴ്സിനെ വെച്ചിട്ടുള്ള ഫോർമുലാസിനെ പറ്റി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എസ്ടി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹൈ ടെൻഷൻ കൺസ്യൂമേഴ്സിൽ പോകുമ്പോൾ നമ്മൾ ഫോൾട്ട് ലെവലും അതുപോലെ ഹാർമോണിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ, അതുപോലെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡിന്റെ ഡിസൈൻ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഫോർമുലാസ് വരും. പിന്നെ ഞാൻ ക്ലാസ്സിൽ നോട്ട് എഴുതിപ്പിക്കാത്ത, ഓൺലൈൻ ക്ലാസ്സിൽ നോട്ട് എഴുതിപ്പിച്ച് നിങ്ങളുടെ ടൈം കളയണ്ടെന്ന് വിചാരിച്ച് എഴുതിപ്പിക്കാത്ത, ഈ പറയുന്ന എല്ലാ വീഡിയോസും യൂട്യൂബിൽ കാണും. നിങ്ങൾ ടൈം പോലെ ഇരുന്നതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ നമുക്ക് അസൈൻമെന്റ്സ് വരുന്ന സമയത്ത് അത് നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് ചെയ്യണം. ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇപ്പം ഈ ഫോർമുലാസ് നമ്മൾ നോക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞു, നമ്മളൊരു കാര്യം നമ്മൾ മേയറായിട്ട് വെറുതെ അങ്ങ് നമ്മൾ കാണാപ്പാഠം പഠിക്കുന്ന രീതിയിൽ എടുക്കരുത്. അപ്പം നമ്മളൊരു സിംഗിൾ ഫേസ് കൺസ്യൂമർ എന്താണ്, ഒരു 3 ഫേസ് കൺസ്യൂമർ എന്താണ്, ഒരു സ്റ്റാർ കണക്ഷൻ എന്താണ്, ഡെൽറ്റ കണക്ഷൻ എന്താണ്, പവർ ഫാക്ടർ എന്താണ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വരണം. ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഫോർമുലാസ് എഴുതിയിട്ടുണ്ട്. അതിൽ സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്, സ്റ്റാർ, ഡെൽറ്റ, പവർ ഫാക്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഓരോ ആൾക്കാരായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു 3 ഫേസ് സിസ്റ്റം എന്താന്നുള്ളത് നോക്കാം. ഒരു 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ വോൾട്ടേജ് 415 വോൾട്ട് ആണ്. ഫ്രീക്വൻസി 50 ഹെർട്സ് എന്ന് എഴുതിയേക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആയതുകൊണ്ടാണ് 50 ഹെർട്സ് എന്ന് എഴുതിയേക്കുന്നത്. ഇതിന്റെ പവർ ഫാക്ടർ ഞാൻ എടുത്തേക്കുന്നത് 0.8 ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ പവർ ഫാക്ടർ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജിഷ്ണു ക്ലാസ് കണ്ടാൽ മതി. ആ പവർ ഫാക്ടറിന്റെ ഡീറ്റെയിൽസ് എന്താന്നുള്ളത് ആ ജിഷ്ണുവിനപ്പം മനസ്സിലാവും. അപ്പൊ പവർ ഫാക്ടറിന്റെ കാര്യം ഞാൻ 0.8 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ആ 0.8 ആയിട്ട് എന്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ എച്ച്ടി കൺസ്യൂമേഴ്സ് എടുക്കുമ്പോൾ അവിടുത്തെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.9ന് മുകളിൽ നമുക്ക് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു റൂൾ ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ റിയാക്റ്റീവ് പവർ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പവർ ഫാക്ടർ 0.9ൽ നിർത്തുന്നത്. പക്ഷെ നമ്മൾ 0.8 എടുത്തിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സേഫർ സൈഡാണ്. ഈ സേഫർ സൈഡ് എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അപ്പം ഇതിൽ ഞാനൊരു ഫോർമുല എഴുതിയിട്ടുണ്ട്. 3 ഫേസ് കൺസ്യൂമറിന്റെ പവർ എന്ന് പറയുന്നത് ഈക്വൽ ടു √3 ഇൻറ്റു വി ഐ കോസ് ഫൈ. വി സ്റ്റാൻഡ്സ് ഫോർ വോൾട്ടേജ്, ഐ സ്റ്റാൻഡ്സ് ഫോർ കറന്റ് ആൻഡ് കോസ് ഫൈ സ്റ്റാൻഡ്സ് ഫോർ പവർ ഫാക്ടർ. നമ്മളൊരു സൈറ്റിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് പറയുക, ഈ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ പുള്ളി 10 കിലോ വാട്ടിന്റെ കണക്റ്റഡ് ലോഡ് ഉള്ള, അല്ലെ 10 കിലോ വാട്ട് ലോഡുള്ള ഒരു കൺസ്യൂമർ ആണെന്ന് നമ്മുടെ സൈറ്റിൽ പറയാം. അല്ലെങ്കിൽ ഈ ഒരു എക്യുപ്മെന്റ് 10 കിലോ വാട്ട് 3 ഫേസിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണെന്ന് പറയാം. ഒരു സൈറ്റ് എഞ്ചിനീയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസൈൻ എഞ്ചിനീയർ ആയിട്ടോ നിൽക്കുമ്പോൾ ആ സമയം ഉടനെ പോയി കാൽക്കുലേറ്റർ എടുത്തത് കാൽക്കുലേറ്റ് ചെയ്യലല്ല. അപ്പം ഇതിനെല്ലാം നമ്മളൊരു തമ്പ് റൂൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ള തമ്പ് റൂളാണ്. നിങ്ങൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ തമ്പ് റൂൾസ് എല്ലാം നമ്മൾ എല്ലാ ദിവസവും വരേണ്ട തമ്പ് റൂൾസാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത് ഈ IL എന്ന് പറഞ്ഞാൽ നമുക്ക് തമ്പ് റൂളിൽ എങ്ങനെ കണ്ടുപിടിക്കാം. പെട്ടെന്ന് ഒരു കൺസ്യൂമറിന്റെ ആവശ്യം പറയുക. ആ കൺസ്യൂമറിന്റെ ആ കൺസ്യൂമറിന്റെ ലോഡ് അല്ലെങ്കിൽ ആ കൺസ്യൂമറിന്റെ ഒരു പർട്ടിക്കുലർ ലോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഡിനനുസരിച്ച് ആ കൺസ്യൂമറിന്റെ ടോട്ടൽ കറണ്ട് എത്ര പുള്ളി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് എത്ര കറണ്ട് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാനുള്ള ഒരു തമ്പ് റൂള് നമ്മൾ ജനറേറ്റ് ചെയ്യുക. അപ്പം അത് ജനറേറ്റ് ചെയ്യുന്ന തമ്പ് റൂൾ എനിക്ക് ജസ്റ്റ് വേണമെങ്കിൽ പറയാം, ഇതാണ് ഇതിന്റെ തമ്പ് റൂൾ, ഇത് പഠിച്ചോളാൻ. അല്ല, അത് നമ്മൾ കാണാതെ പഠിക്കരുത്. അത് നമ്മൾ
മനസ്സിലാക്കി പഠിക്കുക. അപ്പം പിന്നെ നമ്മളത് ഒരിക്കലും മറക്കില്ല. അപ്പം ഫസ്റ്റ് ഇതിന്റെ തമ്പ് റൂളിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു വി ഐ കോസ് ഫൈ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് ലോഡ് കറണ്ട് അല്ലെങ്കിൽ ഐ എൽ, അതായത് ഞാൻ ഇതാ എടുക്കുന്നത് ഐ എൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഐ എൽ ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു വോൾട്ടേജ് 415 ഇൻറ്റു പവർ ഫാക്ടർ 0.8. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐ എല്ലിന്റെ വാല്യൂ കിട്ടുന്നത് 1.74 ഇൻറ്റു 10⁻³ ഇൻറ്റു പി ഇൻ കിലോ വാട്ട്. ഇത് വരുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ ഐ എൽ ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു 415 ഇൻറ്റു 0.8. അപ്പൊ ഈ 1 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു 450 ഇൻറ്റു 0.8 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.74 ഇൻറ്റു 10⁻³ ഇൻറ്റു പവർ ഇൻ വാട്ട്സ് ആണ് വരുന്നത്. അപ്പൊ ഈ പവർ ഇൻ വാട്ട്സ് ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നത്? ഇറ്റ് വിൽ ബി പവർ ഇൻ കിലോ വാട്ട്. അതിന്റെ ഡൗട്ട് വേണ്ട, ഞാൻ പറഞ്ഞു തരാം. നമുക്ക് 100 വാട്ട്സ് ഉള്ള ഒരു എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ എക്യുപ്മെന്റ് എന്താ? ഈസ് 1 കിലോ വാട്ട് അല്ലേ? അപ്പം ഇത് 100 വാട്ട്സ് ആണെങ്കിൽ ഇൻറ്റു 10⁻³ ചെയ്താൽ ഇതെന്തായിരിക്കും? 1 കിലോ വാട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ 10⁻³ ഇൻറ്റു പി ഇൻ വാട്ട്സിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഞാൻ പി ഇൻ കിലോ വാട്ട് എന്ന് എഴുതിയത്. സോ നമ്മുടെ ഐ എൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തമ്പ് റൂൾ ആണ്, നമ്മുടെ ഫസ്റ്റ് തമ്പ് റൂൾ ആണ്, എപ്പോഴും ഓർമ്മ വയ്ക്കേണ്ട തമ്പ് റൂൾ ആണ്. ഐ എൽ ഈസ് ഈക്വൽ ടു 1.74 ഇൻറ്റു പി ഇൻ കിലോ വാട്ട്. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചില ഡിസൈനുകളിൽ നമുക്ക് കാണാം ഐ എൽ ഈസ് ഈക്വൽ ടു 1.5, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, 1.54 ഇൻറ്റു പി ഇൻ കിലോ വാട്ട് എന്ന് കാണും. അങ്ങനെ കാണാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാല് ഇവിടെ നമ്മൾ പവർ ഫാക്ടർ എടുത്തേക്കുന്നത് 0.8 ആണ്. നമ്മൾ പവർ ഫാക്ടർ നമ്മുടെ സൈറ്റിൽ 0.9 ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഐ എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 1.54 ഇൻറ്റു പി ഇൻ കിലോ വാട്ട് എന്ന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ 1.74 ഇൻറ്റു പി ഇൻ കിലോ വാട്ട് കുറച്ചും കൂടെ സേഫർ സൈഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതിന്റെ ഒരു കാരണം എന്താന്ന് പറയാം. നമ്മൾ 10 കിലോ വാട്ട് ഉള്ള ഒരു എക്യുപ്മെന്റ് നമ്മുടെ 3 ഫേസ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തേക്കുക. അപ്പൊ നമ്മുടെ ഐ എൽ അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ് എടുക്കുന്ന ഈ പർട്ടിക്കുലർ എക്യുപ്മെന്റ് എടുക്കുന്ന കറണ്ട് അല്ലെങ്കിൽ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ 0.8 പവർ ഫാക്ടർ ആണെങ്കിൽ 1.74 ഇൻറ്റു 10 കിലോ വാട്ടും, നമ്മൾ 0.9 ആണെങ്കിൽ 1.54 ഇൻറ്റു 10 കിലോ വാട്ടും, അതായത് 17.4 ആംപിയർ ഇവിടെ കിട്ടും, ഇവിടെ 15.4 ആംപിയർ കിട്ടും. അപ്പം ഒരു സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൺസ്യൂമർ എച്ച് ടി സൈഡിലുള്ള ആളാണെങ്കിൽ പുള്ളി എന്തായാലും പുള്ളിക്കാരന്റെ അല്ലെങ്കിൽ എച്ച് ടി സൈഡ് കൺസ്യൂമറിന് നമുക്കൊരു പവർ ഫാക്ടർ കോമ്പൻസേഷൻ, അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട് എച്ച് ടി സൈഡിൽ. ആ പവർ ഫാക്ടർ കോമ്പൻസേഷൻ ഉള്ള എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കൊടുത്തിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ APFC പാനൽ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന അത് കപ്പാസിറ്റർ ആണ്. അതിനാണ് APFC പാനൽ എന്ന് പറയുന്നത്, ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ പാനൽ. ആ സാധനത്തിൽ കുറച്ച് കപ്പാസിറ്റേഴ്സും കുറച്ച് റിയാക്ടൻസും ഉണ്ട്. ഇതിന്റെ എല്ലാം ഡിസൈൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എസ് ടി സൈഡ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1.54 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തെറ്റില്ല ലോഡ് കണ്ടുപിടിക്കാൻ. പക്ഷെ എച്ച് ടി സൈഡ് ആണെങ്കിൽ നമുക്ക് അറിയില്ല അയാൾക്ക് അവിടെ അങ്ങനെ പവർ ഫാക്ടർ കറക്ഷൻ ഉണ്ടോ, അയാൾ അങ്ങനെ വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ എന്ത് വേണം, നമ്മൾ 1.74 അതായത് കോസ് ഫൈ 0.8 ഇട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ്. അതിന്റെ കാരണം എന്താ? ഇവിടെ കറണ്ടിന്റെ വാല്യൂ കൂടി. ഇവിടെ കറണ്ടിന്റെ വാല്യൂ കൂടുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നമ്മളൊരു കണ്ടക്ടർ എടുക്കുമ്പോൾ കോപ്പർ ആണെങ്കിലും അലൂമിനിയം ആണെങ്കിലും ആ കണ്ടക്ടറിലൂടെ ആ കറണ്ട് പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ക്രോസ് സെക്ഷൻ ഈ കറണ്ട് പാസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ നമ്മുടെ കറണ്ട് കൂടുതൽ സൈഡിലാണെങ്കിൽ ഇവിടെ ക്രോസ് സെക്ഷൻ കൂടുതലായിരിക്കും, അവിടെ ഹീറ്റ് ഉണ്ടാകുന്നത് കുറവായിരിക്കും. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്.
നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും വലുതായിട്ടൊന്നും ആലോചിച്ചില്ലെങ്കിൽ ഇത് മാത്രം ആലോചിക്കുക. എൽടി സൈഡ് കൺസ്യൂമർ ആണെങ്കിൽ നമുക്ക് പവർ ഫാക്ടർ 0.9ന് മുകളിൽ എപ്പോഴും വരുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ എസ്ടി സൈഡ് കൺസ്യൂമർ ആണെങ്കിൽ നമുക്ക് അത് എന്തായാലും അവിടെ ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ പാനൽ വെച്ചേക്കുന്നതുകൊണ്ട് അയാൾ എന്തായാലും 0.9ന് മുകളിൽ അത് കീപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലോഡ് കറന്റ് എടുക്കുമ്പോൾ നമ്മൾ 0.9 കോസ് ഫൈ 0.9ൽ എടുക്കുന്നതിൽ തെറ്റില്ല. ഇത് ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് ക്ലിയർ ആണ്. ഓക്കെ. അടുത്തത് നമ്മുടെ ഒരു സിംഗിൾ ഫേസ് കൺസ്യൂമർ ആണെങ്കിൽ ഒരു സിംഗിൾ ഫേസ് ലോഡ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പവർ ആണ് P = VI cos Y. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുത്തെ ഒരു ഡൗട്ട്, ഞാൻ 3 ഫേസ് എടുത്തപ്പോൾ എന്തുകൊണ്ട് ഇവിടെ √3 VI cos Y വന്നു, ഇതെടുക്കുമ്പോൾ നമുക്ക് VI cos Y മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആദ്യം ആ ഒരു പ്രശ്നം നമുക്ക് തീർത്തിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. ആ പ്രശ്നം തീർക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ 3 ഫേസ് കണക്ഷൻ എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കണം. ഇപ്പൊ 3 ഫേസ് കണക്ഷനെ പറ്റിയുള്ള ഐഡിയ ഉണ്ടാക്കാൻ ഞാൻ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ പറയുന്ന ഫുള്ള് സിലബസ് മൊത്തം നമ്മൾ 3 ഫേസ് എടുക്കേണ്ടി വരും. അപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് വളരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യത്തിൽ പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, അതായത് നമ്മുടെ വീടിനടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ അല്ലെ നമ്മൾ ക്ലയന്റിന് കൊടുക്കുന്ന ഒരു ട്രാൻസ്ഫോമർ, ആ ട്രാൻസ്ഫോമർ മെയിൻലി എടുക്കുന്നത് നമ്മൾ 11 kVA ബാർ 433 വോൾട്ടിലോട്ടാക്കുന്ന ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ എടുക്കുന്ന എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സും. എന്നും പറഞ്ഞ എല്ലാ ട്രാൻസ്ഫോമറും ഇതാന്നല്ല പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ 11 kV ഉള്ള ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ ക്ലയന്റ് സൈഡിൽ അയാൾ 11 kV കൺസ്യൂമർ ആണെങ്കിൽ പുള്ളിക്ക് കൊടുക്കുന്ന, നമ്മുടെ ക്ലയന്റിന് കൊടുക്കുന്ന ട്രാൻസ്ഫോമർ 11 ബാർ 433 വോൾട്ട് ആയിരിക്കും. അതിന്റെ പ്രൈമറി സൈഡിൽ വരുന്നത് 11 kV. ആ 11 kV എന്ന് പറയുന്നത് ഡെൽറ്റ കണക്റ്റഡ് ആയിരിക്കും. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ട്രാൻസ്ഫോമറിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു തരാം. ഇപ്പൊ എനിക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയുന്ന, ഇതിന്റെ കണക്ഷൻ ഡെൽറ്റ കണക്ഷൻ ആയിരിക്കും. ഡെൽറ്റ കണക്ഷനെ നമ്മൾ നോർമലി നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ നമ്മൾ ഇതിനെ കാണിക്കുന്നത്. ഇതാണ് ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡറി സൈഡിലോട്ട് വരുമ്പോൾ ഇയാൾ സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും. ഈ പറഞ്ഞ ട്രാൻസ്ഫോമർ സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും. അതിനെ RYB ന്യൂട്രൽ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ എടുത്ത് നോക്കിയാൽ UVWN എന്ന് കാണാം. അത് അത് പല ടെക്സ്റ്റ് ബുക്കിന്റെ അനോട്ടേഷൻസ് വെച്ച് വ്യത്യാസം വരും. നമ്മളിവിടെ നമ്മുടെ പല ടെക്സ്റ്റ് ബുക്കിൽ RYBN ആണെങ്കിൽ നമ്മുടെ ഫോറിൻ ഓതേഴ്സ് ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ ABC എന്ന് എടുക്കും, അല്ലെങ്കിൽ XYZ എന്ന് എടുക്കും, അല്ലെങ്കിൽ UVW എന്ന് എടുക്കും. ഇത് ഏതെടുത്താലും ഓക്കെയാണ്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ട്, ഇത് എന്താണ് നമ്മൾ ഡെൽറ്റയും സ്റ്റാറും ഇത് എടുത്തതെന്നുള്ള കാര്യം. ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു രീതിയിൽ മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മൾ ഈ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം എന്താ ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു Y ഷേപ്പിലായിരിക്കും. ഇതുണ്ട്, ഇതേപോലെ ഒരു Y ഷേപ്പിലായിരിക്കും നമ്മുടെ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ഇരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ ഈ പോയിന്റ്സ് ഞാൻ എടുക്കും, ഈ 3 പോയിന്റ്. ഓക്കെ, ഇതിന്റെ സെൻട്രൽ പോയിന്റ്. ഈ സെൻട്രൽ പോയിന്റിനെ ഞാൻ ന്യൂട്രൽ പോയിന്റ് എന്ന് വിളിക്കാം, N പോയിന്റ്. ഈ പോയിന്റിനെ ഞാൻ R എന്ന് വിളിക്കുന്നു. ഈ പോയിന്റിനെ ഞാൻ Y എന്ന് വിളിക്കുന്നു. ഈ പോയിന്റിനെ ഞാൻ B എന്ന് വിളിക്കുന്നു. ഇതിലേക്കെല്ലാം ഞാൻ സപ്ലൈ കൊടുക്കുന്നതായിട്ട് ഞാൻ ഇതിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇത് ഇങ്ങോട്ട് എഴുതുന്നു, R Y B. ഈ ന്യൂട്രൽ പോയിന്റിനെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഗ്രൗണ്ട് ചെയ്തേക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൗണ്ട് ചെയ്തേക്കുന്നത് എന്തിനാന്നുള്ള പറഞ്ഞുതരാം. ഇപ്പം ഈ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 11 ബാർ 433 വോൾട്ട് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 433 വോൾട്ട് ആണ് ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ടിൽ വരുന്നത്. ഇതിന്റെ അർത്ഥം ഇതിന്റെ രണ്ട് ലൈനുകൾ തമ്മിൽ നമ്മൾ വോൾട്ടേജ് എപ്പം മെഷർ ചെയ്താലും, രണ്ട് ലൈനുകൾ തമ്മിൽ എപ്പം നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്താലും അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 433 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അതായത് രണ്ട് ലൈനുകൾ തമ്മിൽ എപ്പം നമ്മൾ ഒരു അമ്മീറ്റർ വെച്ചോ നമ്മൾ മെഷർ ചെയ്താൽ, സോറി അമ്മീറ്റർ അല്ല, ഒരു വോൾട്ട് മീറ്ററോ അല്ലെ മൾട്ടിമീറ്ററോ വെച്ച് നമ്മൾ മെഷർ ചെയ്താൽ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 433 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി ഒരു തമ്പ് റൂൾ പറയുക. ഇതൊരു തമ്പ് റൂളാണ്. ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി പഠിച്ചു വെച്ചിരുന്ന ഒരു സംഭവമാണ്. അതായത്
ഇപ്പൊ നിങ്ങൾ ഈ ഒരു ലൈനിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് ആ കറണ്ടിനെ നമുക്ക് വിളിക്കാം, അത് ലൈൻ കറണ്ട് ആണെന്ന് നമുക്ക് വിളിക്കാം. അതാണ് IL കൊണ്ട് ഞാൻ കൊടുത്തേക്കുന്നത്. IL എന്ന് പറഞ്ഞാൽ ഇത് തൽക്കാലം നമ്മുടെ ആർ ഫേസിൽ കൂടെ പോകുന്നതുകൊണ്ട് അതിനെ ഞാൻ IR എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈ ലൈൻ കറണ്ട് ഇവിടെ വന്ന് ഈ പോയിന്റിൽ വന്നിട്ട് അകത്തോട്ട് കയറി. ഇത് നമ്മുടെ സിസ്റ്റമാണ്. ഈ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഈ സ്റ്റാർ എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനകത്തോട്ട് കയറുമ്പോൾ ഈ ലൈൻ കറണ്ടിന് എന്തെങ്കിലും സ്പ്ലിറ്റിംഗ് വരുന്നുണ്ടോ? ഇല്ല. ഇതൊരു തമ്പ് റൂൾ ആണ് കേട്ടോ. ഇത് നമ്മൾ ഈ രീതിയിലല്ല പ്രൂവ് ചെയ്യുന്നത്. ആ പ്രൂവ് ചെയ്യുന്നത് ഒരുപാട് വലിയ വലിയ ഇക്വേഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടി ജസ്റ്റ് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരുന്ന. ഈ IL എന്ന് പറയുന്ന ഈ പോയിന്റ് വന്നിട്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ആകുന്നുണ്ടോ? ഇല്ല. ഇതെന്താ ചെയ്യുന്നേ? ഇത് നേരെ ഇതിനകത്തോട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോകും. ഇവിടുന്ന് സ്പ്ലിറ്റിംഗ് വരുന്നില്ല. സോ നോക്കുമ്പോ എന്താ? ഇതൊരൊറ്റ പാത്തിൽ കൂടെ കടന്ന് ഇങ്ങനെ അങ്ങ് പോവാ. അപ്പൊ എന്താ? ഇത് ഫേസ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട് കേറുമ്പോഴും ഈ ILന് പ്രത്യേക സ്പ്ലിറ്റിംഗ് ഒന്നും വരുന്നില്ല. സോ ഒരു സ്റ്റാർ കണക്ഷൻ എടുക്കുമ്പോൾ അവിടുത്തെ ലൈൻ കറണ്ടും അവിടുത്തെ ഫേസ് കറണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മുടെ VL നോക്കിക്കേ. അതായത് വോൾട്ടേജ് നോക്കിക്കേ. ഇതാണ് നമ്മുടെ VL അല്ലേ? നമ്മുടെ VL എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ R-നും Y-ക്കും അക്രോസ് ഉള്ള VL എന്ന് പറയുന്ന ഇതാ. ഇവിടുന്ന് ഞാൻ ന്യൂട്രലിന്ന് ഞാൻ കൊണ്ടുവന്നൊരു ഒരു ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ന്യൂട്രലും ഒരു ലൈനും തമ്മിൽ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V ഫേസ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയ ഈ V ഫേസ് എന്ന് പറയുന്നത് VL-നേക്കാൾ ചെറുതാണല്ലോ. ഇത് തമ്പ് റൂൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഈ സാധനം ഞാൻ ഗ്രൗണ്ട് ചെയ്യുന്നത് ഈ വഴി കൊണ്ടുപോയി ഗ്രൗണ്ട് ചെയ്യുക, അപ്പൊ നോക്കിയാൽ V ഫേസ് വലുതല്ലേ എന്ന് ചോദിക്കരുത്. ഇതൊരു തമ്പ് റൂളാ. അതുകൊണ്ട് ഈ രീതിയിലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. അപ്പം VL എന്ന് പറയുന്നത് V ഫേസിനേക്കാൾ കുറച്ചും കൂടെ ഒരു വലിയ വെക്ടർ ആയിട്ട് നമുക്ക് തോന്നി. അപ്പം V ഫേസിനെ V ഫേസിനെ V ഫേസിനെ നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് VL കിട്ടുള്ളൂ. കാര്യം ഇത് വലുതായതുകൊണ്ട്. ആ വാല്യൂ ആണ് √3 എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം ഇതാ. അതായത് നമ്മുടെ സ്റ്റാർ കണക്ഷൻ എടുക്കുന്ന സമയത്ത് IL എന്ന് പറയുന്നത് ഈക്വൽ ടു I ഫേസ് ആയിരിക്കും. VL എന്ന് പറയുന്നത്, കാര്യം നമ്മുടെ V ഫേസ് ചെറുതാന്നുള്ള മൈൻഡിൽ നമ്മൾ വെക്കുക. അപ്പം V ഫേസിനെ ഏതോ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴേ നമുക്ക് VL കിട്ടത്തുള്ളൂ. ആ വാല്യൂ ആണ് √3 എന്ന് പറയുന്നത്. അപ്പം IL ഈസ് ഈക്വൽ ടു I ഫേസ് ആണ്. VL ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു V ഫേസ് ആണ്. ഇനി ഡെൽറ്റ കണക്ഷൻ വരുമ്പോൾ ഇനി അത് പ്രത്യേകം പഠിക്കാൻ പോണ്ട. എന്താ? ഡെൽറ്റ കണക്ഷൻ വരുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങ് ഓർത്താൽ മതി. IL എന്ന് പറയുന്നത് √3 ഇൻറ്റു I ഫേസ് ആയിരിക്കും. VL എന്ന് പറയുന്നത് ഈക്വൽ ടു V ഫേസ് ആയിരിക്കും. ഈ പറയുന്ന തമ്പ് റൂൾ നമുക്ക് ഡെൽറ്റയിലും ഉപയോഗിക്കാം. അതെങ്ങനെ? ഡെൽറ്റ കണക്ഷനിൽ എന്താ? ഇതാണ് കറണ്ട് വരുന്നത് IL. ഇത് I ഫേസ് ആയിട്ട് മാറും. ഞാൻ തൽക്കാലം I ഫേസ് 1ഉം I ഫേസ് 2 ആയിട്ട് എടുക്കുക. അപ്പൊ എന്താ? ഇവിടെ ഒരു സ്പ്ലിറ്റിങ് വന്നു. സോ ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, എന്താ? IL സ്പ്ലിറ്റ് ആയിട്ടാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത്. അപ്പൊ I ഫേസിനെ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ IL കിട്ടത്തുള്ളൂ. സോ IL ഈസ് ഈക്വൽ ടു എന്താണ്? √3 ഇൻറ്റു I ഫേസ്. ഇതൊരു തമ്പ് റൂളാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ അതിന് ഡെറിവേഷനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അത് ചെയ്യുന്നത്. നമുക്ക് അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ട് ഒരു തമ്പ് റൂൾ ഞാൻ പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ. ഇത് ക്ലിയർ ആണല്ലോ ഇത്? അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഹലോ? ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പഴയ ഇതിലോട്ട് വരാം. നമ്മള് പവർ എടുത്ത സമയത്ത് √3 ഇൻറ്റു VI cos φ എടുത്തത്. VI cos φ എടുത്തത് എന്താ? ഇത് ലൈൻ കറണ്ടാ. ഓക്കെ. ഇപ്പൊ ഇവിടെ ലൈൻ കറണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫേസ് കറണ്ടിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. √3 ഇൻറ്റു V ഫേസ് എന്താ? ഇവിടുത്തെ ലൈൻ കറണ്ടാ. ഇൻറ്റു IL ഇൻറ്റു cos φ. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഇപ്പൊ നമ്മൾ അടുത്തത് എടുക്കുമ്പോൾ എന്താ? നമുക്ക് സിംഗിൾ ഫേസ് എടുക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല. കാര്യം ഇതും V ഫേസ് ആണ്, ഇതും I ഫേസ് ആണ്. V ഫേസ് ഇൻറ്റു I ഫേസ് ഇൻറ്റു cos φ. കാര്യം അത് ഫേസിൽ വരുന്നിട്ടാണ് നമുക്ക് എന്താണ്? സിംഗിൾ ഫേസ് ആണ്. അപ്പൊ ആ വരുന്നതാണ് നമുക്ക് ലൈനിൽ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് ഇതേ ഉള്ളൂ. ഇത് മാത്രം ആലോചിക്കുക. നമുക്കൊരു 3 ഫേസ് കൺസ്യൂമർ ആണ്, ഒരു 3 ഫേസ് ലോഡ് ആണെങ്കിൽ അതിന്റെ ലൈൻ കറണ്ട് കണ്ടുപിടിക്കാൻ 1.74 ഇൻറ്റു 10⁻⁴
ഇൻറ്റു പവർ ഇൻ കിലോ വാട്ട് എടുക്കുക. നമ്മുടെ നോർമൽ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ, അല്ല നമ്മുടെ എസ് ടി കൺസ്യൂമേഴ്സ് ആണെങ്കിൽ നമുക്ക് 1.54, ഇത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, 1.54 ആണോ 1.56 ആണോ എന്നുള്ളത് ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ പറയും, ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇൻറ്റു പി ഇൻ കിലോ വാട്ട് എന്ന് എടുക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഈ രണ്ട് തമ്പ് റൂൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ പഴയ എഴുതിയ ഫോർമുലാസിലോട്ട് പോകാം. ഫസ്റ്റ് പറഞ്ഞ എന്താ, സിംഗിൾ ഫേസ് സിസ്റ്റം. സിംഗിൾ ഫേസ് സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഇതിന്റെ പവർ എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ. ത്രീ ഫേസ് സിസ്റ്റം അത് എടുക്കുന്ന സമയത്ത് പി ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു വി ഐ കോസ് ഫൈ. അവിടെ വോൾട്ടേജ് 415ഉം ഞാൻ കോസ് ഫൈ എന്ന് പറയുന്നതിനെ 0.82 ആയിട്ട് എടുത്താൽ അവിടുത്തെ ലൈൻ കറണ്ടിനെ നമുക്ക് എടുക്കാം ഐ എൽ ഇസ് ഈക്വൽ ടു 1.74 ഇൻറ്റു പി ഇൻ കിലോ വാട്ട്. ഇതേപോലെ തന്നെ തമ്പ് റൂൾ ഇതിൽ നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ? ഇവിടുത്തെ ഐ എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ഇസ് ഈക്വൽ ടു പി ഇൻ വാട്ട്സ് ഡിവൈഡഡ് ബൈ വി 230 ഇൻറ്റു കോസ് ഫൈ 0.8. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിക്കും ഇതിന്റെ വാല്യൂ ഓർമ്മയില്ല. ഒരു സെക്കൻഡ് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇത് 5.4 ഇൻറ്റു പി ഇൻ കിലോ വാട്ട് എന്ന് കിട്ടും. ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ക്ലാസ് അയച്ചു തരുമ്പോൾ നോക്കിയാൽ മതി. അപ്പൊ സിംഗിൾ ഫേസ് സിസ്റ്റം ആണെങ്കിൽ 5.4 ഇൻറ്റു പി ഇൻ കിലോ വാട്ട് എന്നുള്ള തമ്പ് റൂൾ കിട്ടും. പിന്നെ സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വി എൽ ഇസ് ഈക്വൽ ടു √3 വി ഫേസ്. തമ്പ് റൂളിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐ എൽ ഇസ് ഈക്വൽ ടു ഐ ഫേസ് ആയിരിക്കും എന്നുള്ള പറഞ്ഞു. ഇനി ഡെൽറ്റ കണക്ഷൻ എടുക്കുമ്പോൾ വി എൽ ഇസ് ഈക്വൽ ടു വി ഫേസ്, അതുപോലെ ഐ എൽ ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു ഐ ഫേസ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. തൽക്കാലം സ്റ്റാർ കണക്ഷൻ മാത്രം നിങ്ങൾ തമ്പ് റൂൾ വെച്ച് മനസ്സിൽ നല്ലോണം പഠിച്ചു വയ്ക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഡെൽറ്റ കണക്ഷൻ എന്നുള്ള മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു, കോസ് ഫൈ ഇസ് ഈക്വൽ ടു ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അതും ജിഷ്ണുവിന് ക്ലിയർ ആകാത്ത ഒരു ഭാഗമാണ്. അത് ഇന്ന് ഞാൻ ക്ലാസ് അയച്ചു തന്നിട്ടുണ്ട്, അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?